കമ്മികളെ, നിങ്ങൾക്ക് ശരിക്കും ആത്മാഭിമാനമുണ്ടോ? പാർട്ടി അടിമകളായ നിങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും ജനാധിപത്യവും നിങ്ങളുടെ പാർട്ടിയിൽ ഉണ്ടാക്കാൻ കഴിയുമോ? EMS ഭവന പദ്ധതി ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ പേരിലുള്ള കേരള സർക്കാരിന്റെ ഒരു ഭവന പദ്ധതി ആയിരുന്നില്ലേ? ഈ പദ്ധതി 2008 മാർച്ച് 19 പ്രഖ്യാപിക്കപ്പെടുകയും ശ്രീ അച്യുതാനന്ദൻ നേതൃത്വം നൽകിയ LDF സർക്കാരിന്റെ കാലത്ത് നടപ്പിലാക്കുകയും ചെയ്തതല്ലേ? ആ വീടുകളുടെയും മുൻഭാഗത്ത് EMS ഭവന പദ്ധതി എന്ന പേരും നമ്പൂതിരിപ്പാടിന്റെ ചിത്രവും പ്രദർശിപ്പിച്ചിരുന്നില്ലേ? അന്നേരം മാർക്സിസ്റ്റ് പാർട്ടിയിൽ പെട്ട ആളുകൾക്ക് ആത്മാഭിമാനം നഷ്ടപ്പെട്ടില്ലേ? ഇപ്പോൾ പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ ലോഗോ ഉൾപ്പെടുത്തിയതിനെതിരെ അത് ഗുണഭോക്താക്കളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതാണെന്ന വിഡ്ഢി ചോദ്യവുമായി റഹീം വീണ്ടും കുന്തത്തിൽ കയറി എയറിൽ ആയിരിക്കുന്നു. യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി മോഡിയുടെ ചിത്രം അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഭവന പദ്ധതിയുടെ ലോഗോ മാത്രമാണ് വീടുകളുടെ മുമ്പിൽ പതിച്ചിരിക്കുന്നത്. വാ തുറന്നാൽ വിഡിത്തം മാത്രം പറയുന്ന ഒരു ഡ്യൂപ്ലിക്കേറ്റ് നേതാവായി ദിനംപ്രതി റഹീം മാറിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹം സ്വയം ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ നേതാവായിട്ടാണ് അറിയപ്പെടുന്നത്. കേരളത്തിൽ മാത്രം നിലനിൽക്കുന്ന സംഘടനകളാണ് CPM-ഉം ഡിവൈഎഫ്ഐയും. ആ പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് എന്ന് പറയാൻ സാധാരണ തൊലിക്കെട്ടി ഒന്നും പോരാ. അതേപോലെ തന്നെയാണ് CPM-ന്റെ അഖിലേന്ത്യാ സെക്രട്ടറിയും. ഡൽഹിയിൽ എവിടെയോ ഒരു വാടക വീടെടുത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ സൊറ പറഞ്ഞും പത്രങ്ങൾ വായിച്ചും TV കണ്ട് സമയം പോക്കിയും ഇരിക്കുന്ന കുറെ ആളുകൾ. കേരളമല്ലാതെ മറ്റെവിടെയെങ്കിലും ചുവന്ന കൊടിയും പിടിച്ചു കൊണ്ടുപോകാൻ ഇവർക്ക് ധൈര്യമില്ല. BJPക്കാർ അവരുടെ കൈയും കാലും തല്ലിയൊടിക്കും. അഖിലേന്ത്യാ സെക്രട്ടറി ബംഗാളിലേക്ക് പോകുന്ന പ്രശ്നമേ ഇല്ല. മമത ബാനർജി ഭരിച്ചപ്പോൾ പോലീസിന്റെ പ്രൊട്ടക്ഷൻ കിട്ടും എന്നുള്ള ധൈര്യത്തിൽ മാത്രമാണ് അവിടെയൊക്കെ വല്ലപ്പോഴും പോയിക്കൊണ്ടിരുന്നത്. പിന്നെ പോളിറ്റ് ബ്യൂറോ. കേരളത്തിൽ നിന്നും കുറെ ആളുകൾ ഡൽഹിയിൽ ചെന്ന് മീറ്റിംഗ് കൂടുന്നു. അതാണ് അഖിലേന്ത്യാ പോളിറ്റ് ബ്യൂറോ. ഇവന്മാർ എന്തിനാണ് ഡൽഹി വരെ പോകുന്നതിനുള്ള വിമാന ടിക്കറ്റ്, താമസം, ഭക്ഷണം എന്നിവയുടെ ചിലവുകൾ പാഴാക്കിക്കളയുന്നത്? തിരുവനന്തപുരത്തോ കണ്ണൂരിലോ കൂടിയിരുന്നാൽ പോരെ? എന്നിട്ട് ഡൽഹിയിൽ പത്രസമ്മേളനം നടത്തുമ്പോൾ ഇവർ പറയുന്നത് കേൾക്കാൻ മലയാളം TV-കാർ മാത്രമാണ് ഉണ്ടാകാറുള്ളത്. നിങ്ങൾ ആരെങ്കിലും CPM-ന്റെ ആളുകൾ നാഷണൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി ചാനലുകൾക്ക് അഭിമുഖം കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടോ? നാഷണൽ TV ചാനലുകൾ ഇവർക്ക് പുല്ലുവിലയാണ് കൊടുക്കുന്നത്. 3.5 കോടി മാത്രം ജനസംഖ്യയുള്ള ഒരു ചെറിയ സംസ്ഥാനത്തിലെ ഒരു ഈർക്കിൽ പാർട്ടി എന്തു പറയുന്നു എന്ന് കേൾക്കാൻ ഇന്ത്യയിലുള്ള ബാക്കി 143 കോടി ജനങ്ങൾക്ക് ഒട്ടും താൽപ്പര്യമില്ല. കേരളത്തിൽ തന്നെ അതിശീഘ്രം ശോഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ പാർട്ടിയെ അഖിലേന്ത്യാ പാർട്ടി എന്നൊക്കെ സ്വയം വിളിക്കാൻ കാണ്ടാമൃഗത്തിന്റെ തൊലിക്കെട്ടി പോലും മതിയാവില്ല. അപ്പോൾ ഉയരുന്ന ചോദ്യം ഇതാണ്: EMS ഭവന പദ്ധതിയുടെ ഭാഗമായി വീടുകളിൽ നമ്പൂതിരിപ്പാടിന്റെ പേരും ചിത്രവും പ്രദർശിപ്പിച്ചപ്പോൾ അതേ മാനദണ്ഡപ്രകാരം ഗുണഭോക്താക്കളുടെ ആത്മാഭിമാനത്തിന് ക്ഷതമുണ്ടായില്ലേ? ഇതാണ് നിങ്ങളുടെ ഇരട്ടത്താപ്പ്. മാർക്സിസ്റ്റ് പാർട്ടിയിൽ പിണറായി വിജയന്റെ അടിമയായി നിങ്ങൾ പ്രവർത്തിക്കുന്നില്ലേ? അന്തംഗമ്മികളായ നിങ്ങൾക്ക് എന്ത് ആത്മാഭിമാനം? നിങ്ങൾക്ക് ആത്മാഭിമാനം ഉണ്ടെങ്കിൽ ആദ്യം പിണറായി വിജയനെ ചോദ്യം ചെയ്യുക. നിങ്ങൾ വെറും വാശിയും ഉള്ള സമരക്കാരാണല്ലോ. ഇത് വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല. നിങ്ങളുടെ സ്വന്തം പാർട്ടിയിലെ അന്യായങ്ങൾക്കെതിരെ ശബ്ദമുയർത്താൻ കഴിയാത്ത നിങ്ങൾ ശരിക്കും അടിമകൾ തന്നെയാണ്. അടിമക്ക് ആത്മാഭിമാനം ഉണ്ടാകുകയില്ല എന്ന ഒരു വാചകം ഹിറ്റ്ലർ പല പ്രസംഗങ്ങളിലും ഉപയോഗിച്ചിരിക്കുന്നതായി കേട്ടിട്ടുണ്ട്.